ഇന്ന് കാലത്ത് നല്ല മഞ്ഞും അതുപോലെ തന്നെ നല്ലൊരു കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പുണ്ടായിരുന്നു. ഇന്ന് ചേട്ടന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ 5:30 ആയപ്പോൾ എഴുന്നേറ്റു. പിന്നെ ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു, നമ്മുടെ കടച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ അതേ കോഫി ഉണ്ടാക്കി ചേട്ടൻ കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനുള്ള ഫുഡ് പ്രിപ്പറേഷനാണ് കേട്ടോ. അപ്പോൾ ചോറ് ദേ ആയിട്ടുണ്ട്. ഞാൻ വേഗം ചോറ് ഊറ്റി. അപ്പോഴേക്കും ചേട്ടൻ്റെ കുളിക്കും കഴിഞ്ഞ് വന്ന് ചേട്ടൻ വിളക്കിക്കും വെച്ചുണ്ടാകും. ഞാൻ അപ്പോഴേക്കും വേഗം ചോറ് പാത്രത്തിലാക്കാണ് കേട്ടോ. ചോറ് ആക്കി ഇനി കടച്ചക്ക ഉപ്പേരി വേറൊരു പാത്രത്തിലാക്കി. അപ്പോഴാണ് ഞാൻ നമ്മുടെ ഇഞ്ചമ്പുളിയുടെ കാര്യം ഓർത്തായിട്ട് 2 ദിവസം മുന്നേ ഇതേപോലെ ഇഞ്ചമ്പുളി തിന്നാൻ ചേട്ടനൊരു പൂതി എന്ന് പറഞ്ഞപ്പോൾ ഇഞ്ചമ്പുളി രാത്രി ഒരു 11 മണിക്കായപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് 2 കുപ്പി ഇതേപോലത്തെ ചെറിയ 2 കുപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഞ്ചമ്പുളി വേഗം വേറൊരു പാത്രത്തിലാക്കി കൊണ്ടുപോകാൻ. അപ്പോൾ അതേ ചോറിക്കും റെഡിയായോ, അതേ പോവാറായി, സമയമായി എന്ന് പറഞ്ഞ് ചേട്ടൻ വന്നു. വേഗം 2 മിനിറ്റ് ഞാനൊരു മുട്ടയും കൂടി പൊരിച്ച് വെക്കട്ടെ. നമ്മുടെ കടച്ചക്ക ഉപ്പേരി മാത്രമായിട്ട് എങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഞാനൊരു മുട്ടയും കൂടി പൊരിച്ച് വെക്കാമെന്ന് ചേട്ടനോട് പറഞ്ഞു. അപ്പോൾ വേഗമാക്കുക വണ്ടി താഴെ വരും. ചേട്ടൻ പോണത് കമ്പനി വണ്ടിയിലാണ് കേട്ടോ. കമ്പനി പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഉണ്ട്. അപ്പോൾ അവർ എല്ലാവരും ഇവിടെ വരുമ്പോഴേക്കും ഒരു താഴെ പോയി നിൽക്കണം. നമ്മുടെ റൂമിൻ്റെ താഴെ പോയി നിൽക്കുമ്പോൾ അവർ തന്നെ ഓഫീസിൽ കൊണ്ടുവന്നാക്കും. വൈകിട്ട് വരുമ്പോൾ കമ്പനി വണ്ടിയിൽ തന്നെ നമുക്ക് തിരിച്ചു വരാം കേട്ടോ. അങ്ങനത്തെ സൗകര്യമൊക്കെയുള്ളൊരു നല്ല കമ്പനിയാണ് കേട്ടോ ചേട്ടൻ്റെ. അപ്പോഴേക്കും ദേ പുട്ടും ആയിട്ടുണ്ട്. പുട്ട് വേഗമാക്കിയ പുട്ടിൻ്റെ കൂടെ ഇന്ന് പഴം മതി എന്നാണ് പറഞ്ഞിട്ടോ. പിന്നെ ഇന്നലെ കടയ്ക്ക് പോയപ്പോൾ നമ്മുടെ ഫിലിപ്പീനി പഴം ഉണ്ടല്ലോ, റോബസ്റ്റ് പഴം പോലത്തെ, അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കാലത്തേക്ക് പുട്ട് ആക്കിയത്. അപ്പോൾ പുട്ടും പഴവും റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ മുട്ടപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വേഗം മുട്ടപ്പൊക്കെ എടുത്ത് ഞാൻ പാക്ക് ചെയ്തു. ഉണ്ണികൾ രണ്ടാളും നല്ല ഉറക്കമാണ് കേട്ടോ. ഒന്നാമത് ഇന്ന് എനിക്ക് മുടക്കാണ്. ഇന്ന് ഞായറാഴ്ചയില്ല, എനിക്ക് സാറ്റർഡേ സൺഡേ മുടക്കാണ്. പക്ഷേ ചേട്ടന് പോകാനുള്ളത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഉറക്കം അന്നത്തെ ദിവസം പോയി. ഇതേ ടൈമിൽ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ് പിന്നെ എനിക്ക് രണ്ടാമത് നമുക്ക് ഉറങ്ങാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ ഉണ്ണികൾ രണ്ടാളും നല്ല ഉറക്കമാണ്. ഉണ്ണികൾക്ക് ഇന്നും കൂടി ഉള്ളോട്ടെ വെക്കേഷൻ. നാളെ മുതൽ അവരും ഇതേ സമയത്ത് തന്നെ സ്കൂളിലേക്ക് പോകണം. ഫുഡിക്കും പാക്ക് ചെയ്തപ്പോൾ ചേട്ടൻ വേഗം റെഡിയായി പോയിട്ട് താഴെ വണ്ടി വരാറായി. അപ്പോൾ വേഗം പോവാണ്. ചേട്ടൻ പോയതിന് ശേഷം ഡോറയ്ക്ക് ലോക്ക് ചെയ്ത് എനിക്ക് കുടിക്കാനുള്ള കോഫി എടുത്തിട്ട് ഞാൻ പുറത്ത് പോയി നിന്നിട്ട് നല്ല തണുപ്പത്തെ ഒരു ചൂട് കോഫി കുടിക്കുക എന്ത് രസമാണല്ലേ. കോഫിക്കും കുടിച്ച് കഴിഞ്ഞ് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. കറി ആയിട്ടുണ്ട്, ചോറായിട്ടുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഉണ്ണികളുടെ കൂടെ കുറച്ച് നേരം കിടക്കാമെന്ന് വെച്ചിട്ടാണ്.